ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കത്ത് ചോർച്ചാ വിവാദം, MV ഗോവിന്ദന്റെ നിയമ നടപടി PB നിർദ്ദേശപ്രകാരമെന്ന് വിവരം. കത്ത് ചോർച്ചാ വിവാദത്തിൽ MV ഗോവിന്ദന്റെ നിയമ നടപടി PB നിർദ്ദേശപ്രകാരമെന്ന വിവരം. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വൈരാഗ്യത്തിൽ പാർട്ടിയെ കരുവാക്കിയതെന്ന് MV ഗോവിന്ദൻ PBയിൽ വിശദീകരണം നൽകിയതായും സൂചനയുണ്ട്. ജനറൽ സെക്രട്ടറിക്ക് അയച്ച കത്ത് വാർത്തയാക്കിയത് മാനനഷ്ട കേസിൽ നിയമപരിരക്ഷ ലഭിക്കുവാനുള്ള ഷർഷാദിന്റെ തന്ത്രമെന്നും വിശദീകരണമുണ്ട്. വിഷയത്തിൽ പരസ്യ പ്രതികരണം വേണ്ടെന്ന് PBയിൽ ധാരണയായെന്നും വിവരം. വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണങ്ങളിൽ ഉന്നയിച്ച ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് MV ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചത്. PBക്ക് നൽകിയ പരാതി താനും മകനും ചേർന്നാണ് ചോർത്തി നൽകിയതെന്ന ആക്ഷേപം മാനഹാനിയുണ്ടാക്കുന്നതും പൊതുപ്രവർത്തകർ എന്ന നിലയിൽ സമൂഹത്തിലുള്ള മാന്യത ഇല്ലാതാക്കുവാനുള്ള ശ്രമവുമാണെന്നാണ് വക്കീൽ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. റോഡ് നിർമ്മാണത്തിന് റീക്ലെയിംഡ് അസാൾട്ട് പേയ്മെന്റ് RAP സാങ്കേതിക വിദ്യയും പരീക്ഷിക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ്. സംസ്ഥാനത്ത് റോഡ് നിർമ്മാണ മേഖലയിൽ റീക്ലെയിംഡ് അസാൾട്ട് പേയ്മെന്റ് സാങ്കേതിക വിദ്യ പരീക്ഷിക്കുവാൻ തീരുമാനിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. റോഡിന്റെ ഉപരിതലം പൊളിച്ചുമാറ്റി പുനരുപയോഗം ചെയ്ത് പുതിയ ഉപരിതലം നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യയാണ് റീക്ലെയിംഡ് അസാൾട്ട് പേയ്മെന്റ് RAP. പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ കിള്ളിപ്പാലം പ്രാവച്ചമ്പലം റോഡിലാണ് ഈ പ്രവൃത്തി നടത്തുന്നതിന് ഉദ്ദേശിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം എടുത്തത്. മദ്രാസ് IITയിലെ വിദഗ്ധർ, പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർമാർ, KHRI ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കൊല്ലം കടയ്ക്കലിൽ CPIM കോൺഗ്രസ് സംഘർഷം. CPIM പ്രവർത്തകന് കുത്തേറ്റു. CPIM കാറ്റാടിമൂട് ബ്രാഞ്ച് സെക്രട്ടറി വിധുനാണ് കുത്തേറ്റത്. സംഘർഷത്തിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റു. കടയ്ക്കലിൽ വിവിധ വിദ്യാലയങ്ങളിൽ നടന്ന സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ് സംഘർഷത്തിൽ കലാശിച്ചത്. വിഷയത്തിൽ KSU SFI പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുകയായിരുന്നു. ഇതിനിടെയാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകന്റെ കട തല്ലി തകർത്തു. കടയ്ക്കൽ സ്വദേശി അൻസറിന്റെ സംസം ബേക്കറിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. CPIM പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം അല്പസമയത്തിനകം ആരംഭിക്കും. നെഹ്റു ട്രോഫി വള്ളംകളി, പ്രാദേശിക അവധിയിൽ നിന്നും മാവേലിക്കര താലൂക്കിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം. നെഹ്റു ട്രോഫിയുടെ ഭാഗമായുള്ള പ്രാദേശിക അവധിയിൽ നിന്നും മാവേലിക്കര താലൂക്കിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം. മാവേലിക്കര താലൂക്കിനും അവധി പ്രഖ്യാപിക്കണമെന്ന് മാവേലിക്കര MLA MS അരുൺകുമാർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. നെഹ്റു ട്രോഫി ജലോത്സവം ആരംഭിച്ച കാലം മുതൽ അന്നേ ദിവസം ആലപ്പുഴ ജില്ലയ്ക്ക് പ്രാദേശിക അവധി പ്രഖ്യാപിക്കാറുണ്ട്. എന്നാൽ ഈ മാസം 12-ാം തീയതി പൊതുഭരണ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം മാവേലിക്കര താലൂക്കിനെ ഒഴിവാക്കിയിരിക്കുകയാണ്. ആലപ്പുഴ ജില്ലയുടെ ആകെ ആഘോഷമായ നെഹ്റു ട്രോഫി ജലോത്സവ ദിവസം ആലപ്പുഴ ജില്ലയ്ക്ക് അവധി പ്രഖ്യാപിച്ചത് പൊതുഭരണ വകുപ്പിൽ നിന്നും ഉത്തരവ് ലഭ്യമാക്കണം കത്തിൽ MLA വ്യക്തമാക്കി. അതേസമയം നെഹ്റു ട്രോഫി വള്ളംകളി കാണുവാൻ KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള വള്ളംകളി പ്രേമികൾക്ക് അവസരമൊരുക്കുന്നുണ്ട്. വള്ളംകളിയുടെ ആവേശം അനുഭവിച്ചറിയുവാൻ KSRTCയിൽ യാത്ര ചെയ്ത് ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന കായൽ ജലോത്സവത്തിന് പങ്കെടുക്കാം. നിർണായക നീക്കം, സിസ തോമസിനെതിരെ പ്രമേയം പാസാക്കി ഡിജിറ്റൽ സർവകലാശാല ബോർഡ് ഓഫ് ഗവേണൻസ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി താൽക്കാലിക VC സിസ തോമസിനെതിരെ നിർണായക നീക്കം. ഡിജിറ്റൽ സർവകലാശാല ബോർഡ് ഓഫ് ഗവേണൻസ് സിസ തോമസിനെതിരെ പ്രമേയം പാസാക്കി. ഇന്നലെ ചേർന്ന യോഗത്തിലാണ് നീക്കം. ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ മെമ്പർ സെക്രട്ടറി രാജൻ വർഗീസാണ് പ്രമേയം അവതരിപ്പിച്ചത്. കേച്ചിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവകലാശാല തന്നെ രൂപീകരിച്ച കമ്പനിക്കെതിരെ സിസ തോമസ് ചാൻസലർ കൂടിയായ ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. സർവകലാശാലയുടെ പരമോന്നത ബോഡിയായ ബോർഡ് ഓഫ് ഗവേണൻസുമായി ആലോചിക്കാതെയായിരുന്നു ഈ നടപടി. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ബോർഡ് ഓഫ് ഗവേണൻസിൽ പ്രമേയം കൊണ്ടുവന്നത്. പ്രമേയത്തെ അനുകൂലിച്ച് സംസാരിച്ച IT സെക്രട്ടറി വൈസ് ചാൻസലറുടെ നടപടികളെ വിമർശിച്ചു. IT നയ രൂപീകരണം ഉൾപ്പെടെയുള്ള യോഗങ്ങളിൽ നിന്നും വൈസ് ചാൻസലർ വിട്ടുനിൽക്കുന്നു. സർക്കാർ ക്ഷണിക്കുന്ന യോഗങ്ങളിൽ പോലും VC പങ്കെടുക്കുന്നില്ലെന്നും IT സെക്രട്ടറി വിമർശിച്ചു. VCയുടെ നടപടി ബോർഡ് ഓഫ് ഗവേണൻസിനെ വിശ്വാസത്തിലെടുക്കാതെ എന്നും വിമർശനമുണ്ട്. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം.
കൈദി 2 പിന്നെ ഇപ്പോൾ രജനി കമൽ ചിത്രം. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൈദി 2 വീണ്ടും നീട്ടിവെച്ചേക്കുമെന്ന് സൂചന. രജനീകാന്തിനെ നായകനാക്കി നിലവിൽ തിയേറ്ററുകളിൽ ഓടുന്ന കൂലിക്ക് ശേഷം ലോകേഷ് കനകരാജ് അടുത്തതായി സംവിധാനം ചെയ്യുന്ന ചിത്രം കാർത്തിക് നായകനായ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം കൈദിയുടെ രണ്ടാം ഭാഗമാകുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സൺ പിക്ചേഴ്സ് നിർമ്മിച്ച കൂലിക്കായി ലോകേഷ് കനകരാജ് വാങ്ങിയ പ്രതിഫലം 50 കോടി രൂപയായിരുന്നു. കൈദിയുടെ നിർമ്മാതാക്കളായ ഡ്രീം വാരിയർ പിക്ചേഴ്സുമായി പ്രതിഫലത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതേയുള്ളൂ എന്നതാണ് ഒരു പ്രധാന കാരണമായി ഇൻസൈഡ് റിപ്പോർട്ടേഴ്സ് പറയുന്നത്. രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയെ മോദി അട്ടിമറിച്ചു. 22-ന് തൃശൂരിൽ ലോങ് മാർച്ച് നടത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ. ഭരണഘടനാ ആശയങ്ങളെല്ലാം ബിജെപി സർക്കാർ അട്ടിമറിക്കുന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ. 22-ന് തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് ലോങ് മാർച്ച് നടത്തും. മോദിയുടെ വിജയം പോലും വ്യാജ വോട്ടിലൂടെ എന്ന വിവരം പുറത്തുവരുന്നു. അക്ഷരലിപികളായ കുറെ കുട്ടികളാണ് ബിജെപിയുടെ വോട്ടുകൾ. സുരേഷ് ഗോപിയാണ് തമ്മിൽ ഭേദം. തൃശൂർ എടുക്കുമെന്ന് നേരത്തെ പറഞ്ഞു. പക്ഷേ തൃശൂർ കട്ടാണ് എടുത്തതെന്നും രാഹുൽ ആരോപിച്ചു. രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിച്ച് വോട്ടു കച്ചവടത്തിന് കുടപിടിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ശക്തമായ പ്രതിഷേധവും രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യവും പകർന്നാണ് യൂത്ത് കോൺഗ്രസ് ചീഫ് ഇലക്ടറൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. വോട്ട് കൊള്ളയ്ക്കെതിരെ ചീഫ് ഇലക്ടറൽ ഓഫീസിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരത്ത് പ്രതിഷേധ മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ദേശീയ അതോറിറ്റിക്ക് തിരിച്ചടി. പാലിയേക്കര ടോൾ പിരിവ് തടഞ്ഞതിനെതിരായ അപ്പീൽ സുപ്രീംകോടതി തള്ളി. ദേശീയ അതോറിറ്റിക്ക് തിരിച്ചടി. പാലിയേക്കര ടോൾ പിരിവ് തടഞ്ഞതിനെതിരായ അപ്പീൽ സുപ്രീംകോടതി തള്ളി. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഇടപെടില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. പൌരന്മാരുടെ ദുരവസ്ഥയിലാണ് തങ്ങൾക്ക് ആശങ്കയെന്ന് കോടതി പറഞ്ഞു. പാലിയേക്കര ടോൾ പ്ലാസയിൽ 4 ആഴ്ചത്തേക്ക് പിരിവ് തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെയായിരുന്നു ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും അപ്പീൽ നൽകിയത്. റോഡിന്റെ അവസ്ഥ പരിതാപകരമെന്ന് സുപ്രീംകോടതി നേരത്തെയും വിമർശിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം 12 മണിക്കൂർ ഗതാഗത കുരുക്കാണ് ഉണ്ടായതെന്നും 1 മണിക്കൂർ എടുക്കേണ്ട ദൂരത്തിന് 11 മണിക്കൂറിലേറെ എടുക്കുന്നുവെന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായ് പറഞ്ഞു. മോശം റോഡിന് എന്തിന് ടോൾ നൽകണം എന്ന് സുപ്രീംകോടതി ചോദിച്ചിരുന്നു. മൺസൂൺ കാരണം അറ്റകുറ്റപ്പണി നടന്നില്ലെന്നായിരുന്നു കേന്ദ്രത്തിന്റെ വിശദീകരണം. ടോൾ തുക എത്രയെന്ന് കോടതി ചോദിച്ചു. 150 രൂപയാണ് ടോൾ എന്ന് ഹർജിക്കാരൻ വ്യക്തമാക്കി. ഇത്രയും പൈസ എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് ചോദിച്ചിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.